ഹലോ എവരി വൺ, ഇൻസ്പയറിംഗ് ഫേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മടി ഓവർകം ചെയ്യാൻ പറ്റാത്തത്? ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ മടി എന്ന് പറയുന്നത്. മടി കാരണം എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ എത്താൻ പറ്റാതെ പോകുന്നു, എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നു, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതെ പോകുന്നു. എന്തോരം ശ്രമിച്ചിട്ടും ഈ മടി മാത്രം അതിജീവിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് ലൈഫിൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് മടി, എന്തുകൊണ്ടാണ് മടി ഉണ്ടാകുന്നത്, എങ്ങനെ ഈ മടിയെ മറികടക്കാം. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് പ്രോക്കാസ്റ്റിനേഷൻ എന്നാണ്. വാട്ട് ഈസ് പ്രോക്കാസ്റ്റിനേഷൻ? നാളെ അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ്. ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ നമുക്ക് അവസരമുണ്ടായിട്ടും ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാതെ അത് മാറ്റിവെക്കാനുള്ള നമ്മളോട് തന്നെയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഈ മടി എന്ന് പറയുന്നത്. എ റെസിസ്റ്റൻസ് ടു ഡു ഇറ്റ് നൗ. പ്രധാനമായിട്ടും ഇത് പല അവേഴ്സീവ് ടാസ്കുകളിലാണ് കാണുന്നത്. അവേഴ്സീവ് ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, 5 ഘടകങ്ങളാണ് ഒരു ടാസ്കിനെ, ഒരു പ്രവൃത്തിയെ അവേഴ്സീവായിട്ട് മാറ്റാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പ്രവൃത്തി ബോറിംഗ് ആണ് എന്നുള്ളത് കൊണ്ടാവാം. രണ്ടാമത്തത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാവാം. അതായത് നമ്മുടെ മനസ്സിത് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നില്ല. ഒരുപാട് വർക്ക് ലോഡ് ആഗ്രഹിച്ചിട്ട് നമ്മുടെ മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ അത് ബോർഡ് ഔട്ട് ആവുകയാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടുമാണ് മടി ഉണ്ടാവാനുള്ള ആദ്യത്തെ 2 കാരണങ്ങൾ. മൂന്നാമതായിട്ട് ഡിഫിക്കൽട്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു പെയിൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരുന്നു. അതിനകത്ത് നമ്മുടെ സമയവും കഴിവും ചിന്തയും ഒക്കെ ഇടുന്നത് കൊണ്ട് നമുക്കൊരു പെയിൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്നു, പലപ്പോഴും മാറ്റിവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാലാമത്തെ കാര്യം ലാക്ക് ഓഫ് സഡൻ റിവാർഡ്സ്. പെട്ടെന്ന് പ്രതിഫലങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നുള്ളൊരു റീവാർഡ് അത് പെട്ടെന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് മാത്രമാണ് അതിൻ്റെ റീവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ലേബറിയസ് ടാസ്ക്കായിട്ട്, നമ്മളിൽ നിന്ന് ഒത്തിരി പെയിൻ ആഗ്രഹിക്കുന്ന ഒരു ടാസ്ക്കായിട്ടാണ് നമ്മളിത് കാണുമ്പോൾ മുമ്പിൽ കാണുന്നത്. ഇപ്പോൾ ലാക്ക് ഓഫ് റിവാർഡ്സ് ആണ്, ലാക്ക് ഓഫ് ഇമ്മീഡിയറ്റ് റിവാർഡ്സ് ആണ് ഒരു കാരണം. അഞ്ചാമതായിട്ട് നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ്. അതായത് നമുക്കറിയാം ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്, പക്ഷെ അതൊരു അൺസ്ട്രക്ചേർഡ് കാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. നമുക്കൊരു കറക്റ്റ് പ്ലാൻ ഇല്ല, ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഐഡിയ ഇല്ലാതെ പലതും ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേ ഇല്ല, ഒരു മെത്തേഡ് ഇല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ പ്രവൃത്തി ചെയ്യാനായിട്ടൊരു മടി ഉണ്ടാകുന്നു, ഒരു റിലക്റ്റൻസ് ഫീൽ ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. ഈ 5 കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ പല ഘടകങ്ങൾ വരുമ്പോഴാണ് ഒരു ടാസ്ക് അവേഴ്സീവ് ആകുന്നത്. ഈ അവേഴ്സീവ് ടാസ്കുകളോടാണ് നമുക്ക് പലപ്പോഴും ഈ മടി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ മടിയെ അതിജീവിക്കുന്നത്? അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു ടാസ്കിനെ അവേഴ്സീവ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് അവേഴ്സീവ് ലെവലിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് കൊണ്ടുവരിക. മേക്ക് ഇറ്റ് ലെസ് അവേഴ്സീവ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് 6 സ്റ്റെപ്സ് ഉണ്ട്. അതിന് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റെപ്പായിട്ട്, ഒരു വലിയ ലേബറീസ് ടാസ്ക്കായിട്ട് കാണാതെ മേക്ക് സ്മോൾ പാർട്സ്. ഒരു ടാസ്കിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കറക്റ്റ്ലി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുക എന്നുള്ളതാണ്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വലിയ പ്രോബ്ലം വരുമ്പോൾ അതിനൊരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ലേബറീസ് ടാസ്ക്കായിട്ട് അല്ലെങ്കിൽ അവേഴ്സീവ് ടാസ്ക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്. ഇത് നമ്മളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും. കാരണം ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലെത്തിക്കുമ്പോഴേക്കും എന്തോ അച്ചീവ് ചെയ്തു എന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ശരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആ ടാസ്കിനെ ലെസ് അവേഴ്സീവ് ആക്കും. രണ്ടാമത്തെ കാര്യം ലിമിറ്റ് ദ ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് എ ഡെഡ് ലൈൻ. ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ ടൈം ലിമിറ്റ് കുറയുമ്പോൾ, അതായത് നമ്മുടെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് അല്ലെങ്കിൽ വളരെ കുറച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. പെട്ടെന്ന് എഫേർട്ട് ഇടാൻ നമുക്ക് തോന്നും. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഈ ഡെഡ് ലൈൻ ഈ സമയത്ത് തീർത്തില്ലെങ്കിൽ അടുത്ത പ്ലാൻ അതിനനുസരിച്ച് നടക്കില്ല. അത് നമ്മളോട് തന്നെ നമ്മൾ കൂടുതൽ ഡിമാൻഡ് വെക്കുന്നത് പോലെയാവും. ഈ ഒരു ഡിമാൻഡ് വെക്കലാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുമ്പോൾ നമ്മുടെ യൂഷ്വൽ കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ ഉയരാൻ തുടങ്ങും. നമ്മൾ നോർമലി അലസമായിട്ട് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ ഇത് ചെയ്തു തീർക്കണം. അപ്പോൾ നമുക്കവിടെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡെഡ് ലൈൻ കാണുമ്പോൾ, ഒരു കറക്റ്റ് എൻഡ് പോയിൻറ്റ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഈ കാര്യം ചെയ്ത് തുടങ്ങാനായിട്ട് ഫീൽ ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലുക്ക് ടു ദ എൻഡ് റിസൾട്ട്. ഇത് ചെയ്യുന്നതാണോ ഇത് ചെയ്യാത്തതാണോ എനിക്ക് ഫലം തരുന്നത്, ദ അൾട്ടിമേറ്റ് എൻഡ്. എനിക്ക് കൂടുതൽ സന്തോഷവും എനിക്ക് സാറ്റിസ്ഫാക്ഷനും ഗ്രോത്തും തരുന്നത് ഇത് ചെയ്യുന്നതാണോ ചെയ്യാതിരിക്കുന്നതാണോ?
ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ എന്തൊക്കെയാണ്, ഞാൻ നേരിടേണ്ടി വരുന്ന എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതെല്ലാം കണ്ടുപിടിക്കുക. ഇത് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിക്കുക. എനിക്കുണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കുക. കാരണം ഇത് ചെയ്യാൻ ഒരു കാരണം കണ്ടുപിടിച്ചേ തീരൂ. യു ഹാവ് ടു ഫൈൻഡ് എ റീസൺ ടു ഡു ഇറ്റ്. ഇൻ ദി എൻഡ് റിസൾട്ട് നമുക്ക് ഉറപ്പാണ് ഈ കാര്യം ചെയ്താൽ നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും, നമ്മൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മടിയെ അതിജീവിക്കാൻ പരിശ്രമിക്കുന്നത് തന്നെ. 4ാമത്തെ കാര്യം, പുട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. തണുത്ത വെള്ളത്തിലേക്ക് ചാടി നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് 2 സെക്കൻഡിൻ്റെ ധൈര്യം വേണമെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇതിലും. ആദ്യത്തെ പടി വയ്ക്കാൻ നമ്മൾ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുക. ഒരു ഓട്ടമത്സരം നോക്കിയാൽ ആ ഓട്ടമത്സരം തുടങ്ങുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ പാട്. ഏറ്റവും കൂടുതൽ എനർജിയും ഏറ്റവും കൂടുതൽ ധൈര്യവും നമ്മൾ എക്സേർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ആ സമയമാണ്. ഓട്ടത്തിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. ദർ ഈസ് സംതിങ് കോൾഡ് ഇനേർഷ്യ. ഈ ഇനേർഷ്യ നമ്മൾ കുറച്ചുകൂടി ദൂരം ഓടിക്കൊണ്ടിരിക്കും. അതായത് ഈ തുടങ്ങുന്നതിനുള്ള മടിയാണ് ഏറ്റവും പ്രശ്നം. സോ ജസ്റ്റ് സ്റ്റാർട്ട്. നമ്മൾ നിർത്താൻ ശ്രമിച്ചാൽ പോലും പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു വാണ്ട് റൈറ്റ്, ജസ്റ്റ് റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ, ജസ്റ്റ് റൈറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. നമ്മൾ എഴുതാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യത്തെ വരി എഴുതുക. നമ്മൾ വായിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് വായിക്കുക, ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുക. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പുട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പുട്ട് എവേ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിന് ഒരുപാട് ഉപകാരങ്ങളുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ലേസിയാക്കാൻ ശരിക്കും ഒരു ഫാക്ടറാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. സർവേകൾ കണ്ടെത്തിയതനുസരിച്ച് ആളുകൾ ഇൻ്റർനെറ്റിൽ ചെലവഴിക്കുന്നതിൽ 47% ഉല്ലാസത്തിന് വേണ്ടിയാണ്, സമയം ഒഴുക്കിക്കളയാൻ വേണ്ടിയാണ്. സമയം എങ്ങനെ തള്ളി നീക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് 47% സമയവും ഇൻ്റർനെറ്റിൽ ചെലവഴിക്കുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഒരു 10 വർഷം കഴിഞ്ഞുള്ള നമ്മുടെ ഫ്യൂച്ചർ സെൽഫ്, ഒരു 10 വർഷം കഴിഞ്ഞുള്ള നമ്മൾ തന്നെ ഇന്നത്തെ നമ്മളെ കാണാനിടയാൽ അതിൽ ഹാപ്പി ആയിരിക്കും. നമ്മൾ തന്നെ എന്തായിരിക്കും പറയുക? ജസ്റ്റ് ഡു ദ വർക്ക്. സോ സ്റ്റേ എവേ ഫ്രം ഇൻ്റർനെറ്റ്. ഇനി 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതിനൊരു ഉത്തരമുള്ളൂ, ദ വർക്ക് ഈസ് ഓഫ് നോ വാല്യൂ. നിങ്ങൾക്ക് ഈ വർക്കിലൊരു വാല്യൂ കണ്ടെത്താൻ പറ്റുന്നില്ല. അത് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ജോലിയല്ല. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റെല്ലാ സ്റ്റെപ്പുകളും സീരിയസ് ആയി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കൺസിഡർ ചെയ്യാവുള്ളൂ. വാല്യൂ ഉണ്ടെങ്കിൽ, കാരണം ഓൾറെഡി നിങ്ങളത് ചെയ്യാനായിട്ട് റീസൺ കണ്ടെത്തിയിരിക്കും, ഒരു ഇൻസ്പിറേഷൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കും. ഇനി ആ മടിയെ അതിജീവിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് വെക്കുക. അപ്പോൾ ആ മടി പോയി. കാരണം ചെയ്യാനില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മാറ്റി വയ്ക്കാനാണ്? ഫൈൻഡ് വാട്ട് യു റിയലി വാല്യൂ ടു ഡു. നിങ്ങൾക്ക് ശരിക്കും വാല്യൂ കണ്ടെത്താൻ പറ്റുന്ന, നിങ്ങൾക്ക് ശരിക്കും ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റുന്ന അടുത്ത കാര്യം കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. നമ്മൾ അതിജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ മടിയുടെ മേഖല. അതിന് നമ്മൾ കുറച്ച് വർക്ക് ഇടണം, കുറച്ച് എഫോർട്ട് ഇടണം, കുറച്ച് ചിന്തിക്കണം. If you are ready to do it, if you are ready to overcome procrastination, your life will change. Your life will take a new turn. You will really achieve things. You will really get things completed. Never stop dreaming. Never stop living for your dreams. Inspiring Freak.